വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പൊ 2-3 ദിവസമായിട്ട് ഇതാണ് നമ്മുടെ വീട്ടിലുള്ള അവസ്ഥ കേട്ടോ. തണുപ്പ് കാലം ഒഫീഷ്യലി വന്നു. രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ നല്ല മൂടൽമഞ്ഞാണ്. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടൊരു സൂര്യന്റെ വെട്ടം വരുമ്പോൾ ഇതങ്ങ് മായും. സമയം ഇപ്പൊ രാവിലെ 8 മണിയാണ്. നല്ല കോടയാ. അങ്കു സ്കൂളിൽ പോകുന്ന ടൈമാണ്. ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അടുത്ത് കുറച്ച് വിസിബിലിറ്റി അത്രേ ഉള്ളൂ. ദൂരോട്ടൊന്നും നമുക്ക് വ്യക്തമല്ല. അവന്റെ ബസ് ഒന്നും ഇവിടെ നിന്നാ കാണാനേ പറ്റത്തില്ല. ഇന്ന് നമ്മുടെ വ്ലോഗില് നമ്മുടെ തണുപ്പ് കാലത്തെ കുറച്ച് ഭക്ഷണവും വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. തണുപ്പ് കാലം തുടങ്ങിയതിന് ശേഷം ഒരാഴ്ച നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഫുഡും വിശേഷങ്ങളും, ഒരു മീൽ പ്രെപ്പ് അങ്ങനെ പറയാം. ഒരാഴ്ചത്തെ നമ്മുടെ തണുപ്പത്തെ ഫുഡ് മീൽ പ്രെപ്പ് വിശേഷം. ആദ്യം തന്നെ ചായ അഡിക്റ്റ് ആയ ഞാൻ ചായ തിളപ്പിക്കുന്നതോടുകൂടി തുടങ്ങുന്നു. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ കാല് രാവിലെ തന്നെ വെള്ളത്തിൽ എടുത്തിട്ട്, ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയും കൂടെ ഇവിടെ അടുത്തുള്ളൊരു ടൗൺ ആട്ടോ, ജജ്ജർ എന്ന് പറയും. അവിടെ കുറച്ച് ആവശ്യമായിട്ട് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ഇത് കുറച്ച് ഉണക്കമുളക് കഴുകി ചൂടുവെള്ളത്തിൽ കുതുക്കാനിട്ടിരുന്നത് എന്തിനാന്ന് ഞാൻ പറയാം. അപ്പം നമ്മുടെ 4 പെട്ടിയിൽ ഇതുപോലെ ബോൺലെസ് ചിക്കനും കുറേ കാലും കുറച്ച് ലിവറും കൂടെ സെപ്പറേറ്റ് ചെയ്ത്, ഈ പാക്കറ്റിലിരിക്കുന്ന ലിവർ ആട്ടോ. നമ്മുടെ കാല് കണ്ടോ, ഇത്രയും വലിയ കാലാണ്. അപ്പം നമ്മുടെ ആ മുളകില്ലേ വെള്ളത്തിൽ കുതിർത്തിട്ടുന്ന, അത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി അതിലേക്ക് ഞാൻ നമ്മുടെ ഓർഗാനിക് ഇവിടെ പിടിച്ച നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ഉപ്പുമൊക്കെ ഇട്ട് പെരട്ടി ചിക്കൻ കാല് അത് സെപ്പറേറ്റ് വറക്കാനായിട്ട് മാറ്റി വെച്ചു ഒരാഴ്ചത്തേക്ക്. പിന്നെ ഇത് ലിവർ, അത് കുറച്ച് ഇന്നത്തേക്ക് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഒരു പെട്ടി നമ്മുടെ ബോൺലെസ് ചിക്കനും എടുത്തിട്ട്, ഇതെന്താ വെച്ചാല് നമ്മുടെ തമിഴ്നാടിന്റെ സ്വന്തം അമ്പൂർ ബിരിയാണിയാ. എന്തൊരു ടേസ്റ്റാന്നറിയാം, എന്തൊരു മണാന്നറിയാവോ. ഇതിനായിരുന്നു ഞാൻ ആ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കിയത്, വെള്ളത്തിൽ നമ്മുടെ മുളക് കുതിർത്തി പേസ്റ്റ് ആക്കിയത്. ഇതിന്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നെ വേറൊരു ദിവസം ഇട്ട് തരാം കേട്ടോ. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ മീൽ പ്രെപ്പ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് പിന്നെ എന്താ വെച്ചാല് നമ്മുടെ ഈ തണുപ്പ് സമയത്ത് ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്ന മുള്ളങ്കി എന്ന് നമ്മുടെ നാട്ടിൽ പറയും, റാഡിഷ് ഇവിടെ മൂലി എന്ന് പറയും കേട്ടോ. ഇത് ഒത്തിരി ഗുണമുള്ളൊരു സംഭവമാണ്. അതിന്റെ ഇലയും നല്ല ഗുണമാണ്. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് വഴറ്റി മസാലയൊക്കെ ചേർത്ത് പറാട്ട ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കോ. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇതിനകത്ത് മാവ് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ മാവിന്റെ നടുക്ക് വെച്ച് പറാട്ടയായിട്ടോ പരത്തി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുറച്ച് എള്ളാണ് ഇടിച്ചിട്ട്, നമ്മുടെ എള്ള് ചതച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് ശർക്കരയും ഏലക്കയും അതൊക്കെ ഇട്ടിട്ട് ഉരുളയാക്കി അങ്കൂനും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. 3-4 ദിവസം കൊടുക്കാനുള്ള അവന് ഫ്രിഡ്ജ് വെച്ചു. ബാക്കി കഴിക്കാനുള്ളത് സെപ്പറേറ്റ് ഉരുട്ടി വെച്ചു. ഈ മാവ് കുഴക്കുന്നത് നമ്മുടെ ഇടിയപ്പത്തിന്റെ മാവ് ഇല്ലേ, നമ്മുടെ എന്താ പറയാ, അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി, ആ മാവ് തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് ഇടിയപ്പത്തിന് കുഴക്കുന്നതല്ല കുഴച്ചിട്ട് നമ്മുടെ പാൽ കൊഴുക്കട്ടയാണ് ഇത്. ഇതെല്ലാം ഒറ്റ ദിവസത്തെ അല്ല കേട്ടോ, ഇതൊക്കെ ഒരാഴ്ചത്തെ എൻ്റെ ഫുഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുക. ഇത് നമ്മുടെ പാൽ കൊഴുക്കട്ടയാണ്. ഇതും ശർക്കര ചേർത്താണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. പഞ്ചസാര അധികം ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ അല്ലാതെ തന്നെ ഈ സമയത്ത് വലിയ കൃമി കീടങ്ങൾ കാര്യങ്ങളൊന്നും അധികം വരാത്ത സമയം അതുകൊണ്ട് ജസ്റ്റ് വലയൊക്കെ അടിച്ചൊന്ന് ഫിനിഷ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് തൂത്തിട്ട് കൊടുത്തു. പിന്നെ മെയ്ഡ് വരുമ്പോൾ ബാക്കിയും കൂടെ വൃത്തിയായിട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ മെയ്ഡ് ജ്യോതി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ബാക്കി ഏറ്റെടുത്തിട്ട് ക്ലീൻ ചെയ്തങ്ങിടും. ഈ സമയം അങ്ങനെ ഒരു സമാധാനം കിട്ടും, വൃത്തിയായി കിടക്കുന്നല്ലോ ഒന്ന്. അത്ര വലിയ കീടശല്യം ഈ സമയത്ത് വരത്തില്ല കേട്ടോ. പിന്നെ തുണി ഉണക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ നാട്ടിലെ മഴക്കാലം പോലെ തന്നെയാണ്. പക്ഷെ ഡ്രൈ ആയി ഉണങ്ങി കിട്ടുമെങ്കിലും നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. ചൂടാകണമെങ്കിൽ ഹീറ്റർ വെച്ച് തന്നെ ഉണക്കേണ്ടി വരും. പിന്നെ ഇതെന്താ അറിയാവോ, നമ്മുടെ പുഴുക്ക. നമ്മുടെ നാട്ടിൽ ഈ ഡിസംബർ മാസത്തില് അയ്യപ്പന്റെ മാസമല്ലേ, അപ്പൊ ഈ പുഴുക്ക് മെയിൻ ഒരു സംഭവമാണല്ലോ. കാർത്തികയ്ക്കൊക്കെ വെക്കുന്നതല്ലേ. അപ്പൊ ഞാൻ കുറച്ച് ചേന ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു, വൻപയറ്, പച്ചപ്പയറ്, ശരിക്കും കടലയും വേണം. ഞാൻ കടല കുതിർത്തിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ അങ്ങ് നമ്മുടെ തേങ്ങ അരപ്പൊക്കെ വെച്ചിട്ട് നല്ലൊരു പുഴുക്കുണ്ടാക്കി. ഇത് 2 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ ഇരുന്നോളും, ചൂടാക്കി കഴിച്ചാൽ മതി. പിന്നെ വറുത്തിടാട്ടോ, കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും കടുവും മുളകും ഒക്കെ വറുത്തിട്ട്. കപ്പ ശരിക്കും നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. കലക്കുഞ്ഞുമ്മ ശരിക്കും വാങ്ങി തന്ന കപ്പയാണ്. നമ്മുടെ ബാംഗ്ലൂർ വിശേഷമൊക്കെ ഞാനൊരു വ്ലോഗായിട്ട് ഇട്ടേക്കാം. ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും വിന്റർ സ്പെഷ്യൽ ഈ ഫുഡും കാര്യങ്ങളും ഒക്കെ ആട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതാക്കിയത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, തണുപ്പത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. ഇത് നമ്മുടെ അങ്കുവിൻ്റെ ട്യൂഷൻ ടീച്ചർ കൊടുത്ത് വിട്ടതാട്ടോ. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി ഇങ്ങനെ ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കി അവന് കൊടുത്തു വിടും, അവന് വേണ്ടി. ഇത് പനീറാണ് അവരുടെ രീതിയിൽ. അവർ രാജസ്ഥാനിയാണ്. അപ്പോൾ രാജസ്ഥാനി സ്പെഷ്യൽ ഷാഹി പനീർ, ഒരു മലായി ഒക്കെ ചേർത്തിട്ട് ഹോം മെയ്ഡ് അല്ലേ. പിന്നെ നമുക്ക് വിശക്കുവാണെങ്കിൽ മടിയുണ്ടെങ്കിൽ നമ്മുടെ ടൗൺഷിപ്പിൽ വീടുകളിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്താൽ അവരും കൊണ്ടുവരും. ഇത് പറാട്ടയാണ്, വലിയ പറാട്ടയാണ് ഇവിടെ കിട്ടുന്നത്. ഒരെണ്ണം ഒരാൾക്ക് മതി, വയറ് നിറയും. ഇതിപ്പോൾ ഞാൻ ആലു പ്യാജാണ്, അതായത് ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടെ വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആട്ടോ ഇവരുണ്ടാക്കുമ്പോൾ.
അപ്പൊ അങ്കു രാവിലെ പോയ അംഗമാണ്. അകത്ത് തെർമൽസും അവന്റെ യൂണിഫോമും ജാക്കറ്റും സ്വെറ്റർ വേണ്ട പറഞ്ഞു. തെർമൽസ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ചൂട് കിട്ടും. പിന്നെ റൂം ഹീറ്റർ, അതായത് അവരുടെ സ്കൂളിൽ കാണുമല്ലോ. ഒരുപാടാവുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേ ചൂടെടുക്കുമെന്ന് പറയാൻ അവന് ഇത്രയും സെറ്റപ്പിലാണ് പോയി തൊപ്പിയൊക്കെ വെച്ച്. അതേ ഞാൻ നമ്മുടെ ബാൽക്കണി വന്ന് നോക്കിയപ്പോൾ അവനും ഇല്ല, ബസ്സും ഇല്ല, ഒന്നും കാണാൻ വയ്യ. ബസ് ഇന്ന് അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം നമ്മുടെ ഹീറ്റർ നമ്പർ 1 ഇത് ഓയിൽ ഹീറ്ററാണ്. ഇത് നമുക്ക് ഒരേ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടെമ്പറേച്ചർ നിലനിർത്തി കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് നമ്മുടെ കാലും കൈയൊക്കെ ചൂടാക്കണമെങ്കിൽ ഈ കുഞ്ഞു ഹീറ്റർ തന്നെ വേണം. ഈ ഹീറ്ററാണ് ഞാൻ തുണി ഉണക്കാനും ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വി-ഗാർഡിന്റെ ഇത് ഞങ്ങൾ ഓൺലൈൻ വാങ്ങിയതാണ്. പക്ഷെ ഇത് നല്ലതാ, സംഭവം നല്ലതാണ്. ഇത് ഒരുപാട് ഉപയോഗിച്ച് തലവേദനിക്കും. ഓയിൽ ഹീറ്ററിന് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. പിന്നെ ഈ ഫോഗ് വരുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ സ്നാക്സ് ഐറ്റംസിൽ ഇത് ഗുലാബ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള നല്ലൊരു ബേക്കറിയാണ്. അവിടുന്ന് ഇത് നമ്മുടെ അങ്കുൻ്റെ ട്യൂഷൻ ടീച്ചർ അവന് കൊടുക്കുന്നത്. അവർ കൂടെ എന്തെങ്കിലുമൊക്കെ ഇവനിങ്ങനെ കൊടുക്കും. ഞാനും എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. ഇത് കുക്കീസാണ്, ചോക്കോ എന്തോ സംഭവം, പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. ഇത് ഹരീഷ് എന്ന് പറഞ്ഞ വേറൊരു ബേക്കറിയാണ്, അത് കുടുക്കാവിലുള്ളതാന്ന് തോന്നുന്നു. അപ്പോൾ സംഭവം അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ മിൽക്ക് കേക്ക് ഉണ്ട് അമൂലിൻ്റെ. ഇത് നമ്മുടെ നാട്ടിലെ മിൽമയുടെ പേടയില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. സംഭവം നല്ലതാണ്. അമൂലിൻ്റെ നമ്മുടെ നാട്ടിലും കിട്ടുമായിരിക്കും കേട്ടോ ഇത്. പിന്നെ സ്വീറ്റ്സ് ആയിട്ട് ഡെസേർട്ടായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഖീർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഈ കളറ് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ വറ്റിച്ചൊന്നും അല്ല, ശർക്കരപ്പൊടി, ഇവിടെ കിട്ടുന്ന ശർക്കരപ്പൊടി ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അതിട്ടുണ്ടാക്കിയ. ഇത് പാലടയാ. ഇവിടെ ഉള്ളവർ ശരിക്കും അരിയും പിന്നെ ഈ ലോട്ടസ് സീഡ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടാണ് ഖീർ ഉണ്ടാക്കുന്നത്. ഞാൻ നമ്മുടെ പാലട എടുത്തിട്ട് പാലിൽ കുറുക്കി ശർക്കരപ്പൊടി ഇലക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ ഇവിടുത്തെ നോർമൽ സ്നാക്സ് അവൈലബിൾ ആയിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന്, നമ്മുടെ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടുന്നത് മോമോസും ബോണ്ടയുവാ. ആദ്യം കാണിച്ച മോമോസ് കേട്ടോ, ഫ്രൈഡ് മോമോസ് പനീറിന്റെ. ഇത് ആലു ബോണ്ടയാണ്, അകത്ത് ആലു ഒക്കെ സ്റ്റഫ് ചെയ്തിട്ട്. ഇതൊക്കെ ഓരോന്ന് കഴിക്കുമ്പോൾ നല്ല ഹെവിയോ വയറെന്ന് അറിയും. പിന്നെ നല്ലൊരു ഹെൽത്തി മീൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇതേ നമ്മുടെ പാവ് ഭാജി വരും. അത് ബട്ടറിൽ നമ്മുടെ ബണ്ണിങ്ങനെ ഗ്ലേസ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക ടോസ്റ്റ് ചെയ്തത്, അതിൻ്റെ കൂടെയുള്ള നാരങ്ങയും മുളകും. ഇത് ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബാജി, ഇത് നമ്മുടെ ഗ്രീൻ ചട്നി, ഇങ്ങനെയുള്ള നല്ല നല്ല സ്നാക്സും കിട്ടാറുണ്ട്. പിന്നെ ഫുള്ളി ഫ്രൈഡ് ആയിട്ടുള്ള സംഭവം അത്ര നല്ലതല്ല. ഇത് ഫ്രൈഡ് മോമോസ് ആണ്, സ്റ്റീംഡ് മോമോസ് ആണെങ്കിലും മൈദയാണെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തണുപ്പത്ത് കഴിക്കാമല്ലോ. ഇത് രണ്ടും ചാട്ടുകളാണ്. ഇത് ബീട്രൂട്ട് ടിക്കി ചാട്ടാ. ബീട്രൂട്ടേ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് വലിയായിട്ട് ഫ്രൈ ചെയ്യത്തേ അത്. പിന്നെ നമ്മുടെ അനാറൊക്കെ ഇട്ടിട്ട്. ഇപ്പൊ രണ്ടാമത് ഞാൻ കാണിച്ച അത് വൈറ്റ് പീസിന്റെ ഒരു കറി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ആലു ബോണ്ട വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അതും ഒരു സൈസിലെ പാറ്റീസ് ആണ്. പിന്നെ ഇത് സേപ്പൂരി, നല്ല ടേസ്റ്റാട്ടോ ഇത്. ഇവിടെ ഈ മഞ്ഞിങ്ങനെ വരുന്നതിന് 2 ദിവസം മുന്നേ ഇങ്ങനെ ആയിരുന്നു. നമ്മുടെ തണുപ്പുണ്ടെങ്കിൽ നല്ല മഞ്ഞ, നല്ല ഭംഗിയുള്ള വെയിലൊക്കെ ആയിരുന്നു. ഇതേ കടുകൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ. ഞങ്ങള് ജജറി പോയെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ അടുത്തുള്ളൊരു ടൗൺ ആണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ എടുത്ത കുറച്ച് കാഴ്ചകളാണ്. ഇതാണ് ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഞാൻ അധികം അങ്ങനെ ഈ ഏരിയ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നമ്മുടെ വ്ളോഗുകളിൽ. ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഈ ചുറ്റുമുള്ള നമ്മുടെ സ്ഥലങ്ങൾ. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് പോകണമെങ്കിൽ റോത്തക്ക് ജജറിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങാൻ നിർത്തിയ ഒരു സ്ഥലത്ത് രാക്കയായിരുന്നു പോയി വാങ്ങിച്ചത്. ഞാൻ വണ്ടിയിലിരുന്നേ, അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ ദേ കണ്ടോ, ആ സമയത്തും തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെയിൽ കായാനായിട്ട് ആളുകൾ ഇരിക്കുന്ന കണ്ടോ തൊപ്പി. പക്ഷെ എനിക്കതൊന്നും പറ്റത്തില്ല കേട്ടോ. എനിക്ക് നല്ല ചൂടെടുക്കും ഇങ്ങനെയൊക്കെ ഇരുന്നാൽ വെയിലത്ത്. നമുക്ക് ഇതൊന്നും ശീലമില്ലാഞ്ഞിട്ടായിരിക്കും കേട്ടോ. നമ്മുടെ സൂര്യൻ കണ്ടോ, ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ, വൈകുന്നേരം പോലും ആയില്ല. നമ്മുടെ ഇങ്ങോട്ട് ടൗൺഷിപ്പിൽ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു ബ്രിഡ്ജുണ്ട്, അതിൻ്റെ അവിടെ നിന്ന് ഞാൻ എടുത്തതാ സൂര്യനെ, നമ്മുടെ തണുപ്പ് കാലത്തെ സൂര്യനെ. ഇന്നത്തെ വിശേഷം ഇതാട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ബൈ ഡിയേഴ്സ്.